അതസോ യുഗസന്ധ്യായ, അതായത് യുഗത്തിൻ്റെ സന്ധ്യ. ഈ യുഗം കഴിഞ്ഞിട്ട് മറ്റൊരു യുഗം വരുന്ന സമയം നിർത്തും. അതാണ് സന്ധ്യാസമയം എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ത്രിസന്ധ്യ വൈകിട്ട്. എല്ലാവരും വിചാരിക്കും ത്രിസന്ധ്യ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. ത്രിസന്ധ്യ 3 സന്ധ്യകളാണ്. മോർണിംഗിലും ത്രിസന്ധ്യ തന്നെയാണ്. മോർണിംഗിൽ 6 മണി ഉച്ചയ്ക്കും അതുപോലെ ത്രിസന്ധ്യയാണ്, വൈകിട്ട് സന്ധ്യ. അപ്പോൾ ത്രിസന്ധ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതസോ യുഗസന്ധ്യായ, തീർച്ചയായിട്ടും യുഗങ്ങളുടെ സന്ധ്യ നേരത്തെ നടത്തും. അത് ഇതിൻ്റെ കലിയുഗം അവസാനിക്കുന്ന സമയത്താണ് അതസോ യുഗസന്ധ്യ. കലിയുഗത്തിന് നമുക്കറിയാം, വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് 4,32,000 വർഷമാണെന്നുള്ളത്. അതിൽ 5,000 വർഷം കഴിഞ്ഞിട്ടുള്ളപ്പോൾ അതും പറയുന്നുണ്ട് ശാസ്ത്രം. അപ്പോൾ 4,27,000 വർഷം ഉണ്ട്. അപ്പോൾ പിന്നെ ആര് തന്നെ ഇത് ഉണ്ടാവില്ല, അടുത്ത ലോകാവസാനം എന്നതിലും വിശ്വസിക്കില്ല. എന്താ കാര്യം, നമ്മൾ ഒറിജിനൽ ശാസ്ത്രം വായിക്കുന്ന ആൾക്കാരാണ്, അറിയുന്ന ആൾക്കാരാണ്. അതുപോലെ പദസോ യുഗസന്ധ്യായ ദസ്യു പ്രായേഷു രാജസു, വളരെ കറക്റ്റായിട്ട് പറയുന്നു. രാജ്യം ഭരിക്കുന്ന ആൾക്കാരൊക്കെ കവർച്ചക്കാരുടെ പോലെയും. ദസ്യു പ്രായേഷു രാജസു, വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. രാജ്യം ഭരിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ്, നേതാക്കന്മാരൊക്കെ എങ്ങനെയാണ്, ദസ്യു പ്രായേഷു, അവരൊക്കെ എന്താണ് ശരിക്കും കള്ളന്മാരും കവർച്ചക്കാരും പോലെ ആയിരിക്കും. കാരണം ചീറ്റിങ്, എല്ലാവരും പിടിച്ചു പറിക്കുന്നവർക്കും പലതരത്തിലായിട്ട് ആ ടാക്സ് ഈ ടാക്സ് ഇങ്ങനെ ടാക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ദസ്യു പ്രായേഷു രാജസ്വ ജനിത വിഷ്ണു യശസ്സോ, അച്ഛൻ്റെ പേര് അടക്കം പറയുന്നു. ജനിക്കാൻ പോകുന്ന ആളുടെ ജനിത വിഷ്ണു യശസ്സോ, വിഷ്ണു യശസ് എന്നുള്ള ഒരു ബ്രാഹ്മണൻ്റെ മകനായിട്ട് ജനിക്കുന്നു. അതിന് ജഗത്പതിയായിട്ടുള്ള ഭഗവാൻ കൽക്കിയായിട്ട് വരുന്നു. പിന്നെ ആരെങ്കിലും കൽക്കിയാന്ന് വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവരോട് ചോദിക്കാൻ തോന്നുന്നു. ശരിക്കും ആരാണ് അവരെ ആളുടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? ശാസ്ത്രപരത്തെ ആൾക്കാർ, മനസ്സിലാക്കാത്ത ആൾക്കാർ. അതുകൊണ്ടാണ് പ്രഹ്ലാദ മഹാരാജ് പറയുന്നത്, കുട്ടിക്കാലത്ത് തന്നെ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യണം. കൗമാരാജരെ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിക. ഈ ഭാഗവത ധർമ്മം കൗമാരത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്കിത് അതിനുള്ള രുചി കിട്ടുള്ളൂ. എന്തൊക്കെ കൗമാരത്തിൽ വരുന്നോ അതിനുള്ള രുചി കിട്ടുന്നത്. അത് ടേസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് കൗമാരാചാര്യ ധർമാൻ ഭാഗവതാനി. ഈ ഭാഗവത ധർമ്മം ശരിക്ക് നിങ്ങൾ വളരെ സ്റ്റാർട്ടിങ് തന്നെ കൗമാരത്തിൽ കുട്ടികൾക്ക് കിട്ടണം. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല? അച്ഛന്മാർക്കറിയില്ല. കുട്ടികളെ പഠിപ്പിക്കുന്ന അച്ഛന്മാർക്കറിയില്ല, പിന്നെ കുട്ടികൾക്ക് എവിടെ കിട്ടും? അതാണ് കാര്യം. ഓക്കെ, കൗമാരാചാര്യ ധർമാൻ ഭാഗ. ഈ ധർമ്മം, ഈ ഭാഗവത ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടതാണ് മസ്റ്റായിട്ട്. എന്തുകൊണ്ട് പഠിക്കണം? കാര്യങ്ങളറിഞ്ഞിട്ട്, കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനു വേണ്ടിയത്? ഈ ജന്മം സഫലമാക്കാൻ വേണ്ടി എന്താ വേണ്ടത്? ശരിക്ക് ദുർലഭം മനുഷ്യൻ ജന്മം തഥവി അധ്രുവം അർത്ഥം. അത് പറയുന്നത് ഈ മനുഷ്യൻ്റെ ജന്മം അങ്ങനെ വളരെ ഈസിയായിട്ട് കിട്ടുന്നതല്ല, വളരെ ദുർലഭമാണ്. അത് അർത്ഥമുള്ളതാക്കുമെന്ന് പറയുന്നു, പ്രഹ്ലാദ പറയുന്നു. അപ്പോൾ അതെന്താ? ഭാഗവത ധർമ്മം അറിയണം എന്നർത്ഥം. അതാണ് ഭാഗവത ധർമ്മം. അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാതൊരു തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരിക്കില്ല. എന്താ കാര്യം? അവർ പോകുന്ന ഓരോ സ്റ്റെപ്പുകളും എന്തായിരിക്കും? കറക്റ്റ് സ്റ്റെപ്പായിരിക്കും. നാസ്കല എന്ന പദ്ധതിക ഭാഗവതം പറയുന്നു. അങ്ങനെ ഒരു തരത്തിലും ഒരു വ്യതിചലനം എന്ന് പറയില്ലേ, വ്യതിചലിക്കില്ല, ഒരു തരത്തിലും വീഴില്ല. ധാവൻ നിമീലിയാവ നേത്രേ, അതാ പറയുന്നില്ല. ഒരു ഭാഗധർമ്മം അറിഞ്ഞ് മനസ്സിലാക്കി ശരിയായ രീതിയിലുള്ള ആളാണെങ്കിൽ ധാവൻ നിമീലിയാവ നേത്രേ. ധാവൻ എന്ന് വെച്ചാൽ ഓടുക, നിമീലി വെച്ചാൽ കണ്ണടച്ചിട്ട് കണ്ണ്. ധാവൻ നിമീലിയവ നേത്രേ നാസ്കലന്ന പദ്ധതി. ആ ആള് ഒരിക്കലും വീഴുന്നില്ല. ഏതാളാ? ഭാഗവത ധർമ്മം പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് പറയുന്നത് കൗമാരയാച്ചനെ കുട്ടിക്കാലത്ത് തന്നെ അത് ചെയ്യണം. അപ്പോൾ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഈവൻ നമ്മുടെ മനസ്സിനെ നമുക്ക് ചാലഞ്ച് ചെയ്യാം. അല്ല, അയാൾ ദൈവമല്ല എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ കാണിക്കുന്ന എന്താ? ഭഗവാൻ കാണിക്കുന്ന ഈ രൂപം കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് പറയുന്നതിൽ? പശ്യാദിത്യാൻ, ആദിത്യന്മാരെ മുഴുവൻ കാണുമെന്ന് പറയുന്നത്.
ഭഗവാനിലാണ് നിൽക്കണം, എല്ലാം ഭഗവാനിലാണ്. കൃഷ്ണനാണ് ആരെ കാണിക്കുന്നത്, അവിടെ കാണിക്കുന്ന ആരായിരുന്നു? യുദ്ധസ്ഥലത്ത് വെച്ചിട്ട് അർജുന് കാണിക്കുന്ന ആരാണ്? കൃഷ്ണൻ അല്ലേ? കൃഷ്ണൻ തന്നെ ഭഗവാനിൽ നമ്മൾ പല സമയത്തും പല ആൾക്കാർക്കും ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് കാണാം പല ഭാഗത്തും നാരദ മഹർഷിയെ വളരെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ വളരെ ഇതായിട്ടുള്ള ആളെന്ന് അർത്ഥം, എല്ലാം തേങ്ങയുള്ള ആളെന്ന് തന്നെയാണ് ഭഗവാൻ എന്നർത്ഥം. പക്ഷേ റിയലി ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. ഇത് കാണിക്കുന്ന ആരാണ്? അതാണ് നോക്കേണ്ടത്. ആരാണ് ഇത് കാണിക്കുന്നത്? കൃഷ്ണനാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ സംശയം ഇല്ല. ഭഗവാൻ കൃഷ്ണനാണ് കൃഷ്ണനിൽ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും കാണിക്കുന്നു? പശ്യാദിത്യാണ്, ആദിത്യ. അങ്ങനെ ആദിത്യന്മാർ മുഴുവൻ, അതിഥിയുടെ മക്കളെന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരുണ്ടെന്ന് അർത്ഥത്തിൽ, സൂര്യനായാലും ചന്ദ്രനായാലും എല്ലാം ഉണ്ടോ അതിൽ. പശ്യാദിത്യാൻ വസുവിൻ, എല്ലാ അഷ്ടവസുക്കൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ അഷ്ടവസുക്കൾ, രുദ്രാൻ 12 ഇതിലെ 11 രുദ്രന്മാർ, 11 രുദ്രന്മാർ ഡിഫറെൻറ്റ് പേരിൽ. അതിൽ രുദ്രാനാം ശങ്കരാചാസ്മി. അതിൽ ആരാണ് മെയിൻ രുദ്രന്മാരിൽ? ശങ്കരൻ. അതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. എന്താ പറയുന്നത്? രുദ്രാനാം, ഇതിന് നമ്മൾ പഠിച്ചു, രുദ്രാനാം, രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണെന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ. വസുൻ രുദ്രാൻ അശ്വിനോ, അശ്വിനി കുമാരന്മാർ, മരുതസ്തത, എല്ലാ മരുത്തുക്കൾ മുഴുവൻ ഞാൻ എന്താണ് എല്ലാവരും കാണാൻ പറയുന്നത്. എവിടെ കാണാനാണ് പറയുന്നത്? കൃഷ്ണനിൽ എന്നിൽ കാണുന്നതുകൊണ്ട് കാണിക്കുകയാണ്. ശരിക്കും കാണുന്നതുകൊണ്ട് കാണിക്കാതില്ലേ, കാണുകയാണ് അവിടെ. അത് കണ്ടിട്ടാണ് കൃഷ്ണൻ അർജുനൻ എന്താവുന്നത് നിർത്താൻ പറയാണ്, അപേക്ഷിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നല്ലാണ് ഉൾക്കൊള്ളാനായിട്ട് അത്രയും ഇതായിട്ട്. ഭഗവാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അനുകമ്പ ഉണ്ടായിട്ടാണ് അത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ ദൃഷ്ടി തരാതെ, ഭഗവാൻ സ്പെഷ്യൽ ദൃഷ്ടി തരാതെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമോ? എനിക്ക് സൂര്യനെ കാണാൻ പറ്റും, ഇവിടെ നിന്നിട്ട് നോക്കാൻ പറ്റും. ഇത്ര ദൂരത്തിൽ നമുക്ക് സൂര്യനെ നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കൃഷ്ണൻ്റെ ഇതെല്ലാം കാണുമ്പോൾ എന്തായിരിക്കും അവിടെ സ്ഥിതി ആലോചിച്ച് പോകും. അത് കാണണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അതിന് ദയധാരണം ആണ്. അതാണ് കാര്യം. ഇവിടെ ഇങ്ങനെയുള്ള വളരെ ബഹുവിനി അദൃഷ്ടപൂർവ്വമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അദൃഷ്ടപൂർവ്വമാണ്. അദൃഷ്ടാനത്തെ കണ്ടിട്ടില്ല, പൂർവ്വമാണെന്ന് വെച്ചാൽ മുന്നേ ആരും കണ്ടിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ല? അപ്പോൾ അതിന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ആ ചാൻസ് ആണ് പശ്യാശ്ചരാണി ഭാരത. ഈ ആശ്ചര്യം ശരി കണ്ട് ചോദിച്ചു, ഇപ്പം നീ കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ കൃഷ്ണൻ്റെ ആത്മസുഹൃത്തും തികച്ചും അവിജ്ഞനുമാണെങ്കിലും അർജുനന് കൃഷ്ണനെക്കുറിച്ചുള്ള അറിവ് പരിപൂർണമല്ല. കൃഷ്ണൻ്റെ ആത്മസുഹൃത്താണ് ആര്? അർജുനൻ. അഭിജ്ഞനുമാണ്, അറിവില്ലാത്ത ആളല്ല, അറിവുണ്ട്. പക്ഷേ എങ്കിലും അർജുനന് കൃഷ്ണനെക്കുറിച്ചുള്ള അറിവ് പരിപൂർണമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ നാനാരൂപങ്ങളെയും ആയുർഭാവങ്ങളെയും പൂർണ്ണമായി കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉള്ള മനുഷ്യരില്ലെന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള കൃഷ്ണൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അർജുന ഇവിടെ വളരെ ക്ലോസ് ഫ്രണ്ട് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഇല്ലേ? എന്താ ഭഗവത്ഗീത അർജുനോട് പറയാൻ കാരണം ഭക്തനും സുഹൃത്തും അല്ലേ? ഭക്താസിനെ സഖാ ചെയ്തി രഹസ്യം ഹേതുത്വം. അതാണ് പറയുന്നത്. നീ എൻ്റെ ഭക്തനാണ്, നീ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ ആർക്കും ആരെ മനസ്സിലായിട്ടില്ല? കൃഷ്ണൻ മനസ്സിലായിട്ടില്ല. കൃഷ്ണ ഈവൻ ആർക്കറിയില്ല. നമ്മുടെ കൃഷ്ണൻ്റെ തൊട്ട അടുത്ത എക്സ്പാൻഷനായിട്ട് വരുന്ന മലയാളത്തിൽ പോയിട്ടുണ്ടല്ലോ 1000 നാളൊരു അനന്തരൻ അല്ലേ? നിനക്കാവുമോ ഭഗവാനെ അടുത്താൻ സാധിക്കില്ല. ആരാത്? സംഘർഷൻ. നെക്സ്റ്റ് ഭഗവാന്റെ വളരെ ക്ലോസ് അടുത്തായിട്ടുള്ള ബലറാം സാധിക്കുന്നില്ല എന്നാണ് അറിയുന്നില്ല കൃഷ്ണൻ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറിയാമല്ലോ. അറിയാൻ നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ബ്രഹ്മാവ് പറയുന്ന പോലെ ഒരു കാര്യമില്ല. അറിയുന്ന ആൾക്കാരെ അറിഞ്ഞോട്ടെ എന്നാണ് പറയുന്നത്. ബ്രഹ്മ എനിക്കറിയില്ല.
അറിയുന്നു, കൃഷ്ണ അറിയുന്നു പറയുന്ന ആൾക്കാർ അറിഞ്ഞോട്ടെ എന്നതാണ്. ഞാനെന്തോ ഏവ ഞാനെന്തോ അറിയുന്ന ആൾക്കാരുണ്ട്, അവരറിഞ്ഞോട്ടെ എന്ന്. പക്ഷേ എനിക്ക് സാധിക്കില്ല. ഭഗവാന്റെ രൂപങ്ങളും ഭഗവാന്റെ ഓരോ പ്രഭാവങ്ങളും ഭഗവാന്റെ ഓരോ പ്രവൃത്തികളും എനിക്ക് സാധിക്കില്ല. വളരെ വളരെ ഇതാണ് അതിൽ പറയുന്നത്. എങ്ങനെ കൃഷ്ണൻ തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. കൃഷ്ണൻ്റെ എന്താണ്, എന്തുമാത്രം വിഭൂതികളാണ് കൃഷ്ണൻ്റെ, എന്താണ് ശരിയല്ല ഐശ്വര്യം കൃഷ്ണൻ തന്നെ അറിയില്ല അങ്ങനെ പറയുന്നു. കാരണം എങ്ങനെ അതിൽ പറയുന്നു, ബ്രഹ്മാവ് പറയുന്നുണ്ട്, എങ്ങനെ ആകാശത്തിൻ്റെ വിസ്തൃതി അറിയില്ല, കാരണം അത് എന്തില്ല എന്നുള്ളത്, എന്തില്ലാത്തതാണ്. അതുപോലെ കൃഷ്ണൻ്റെ അത് എന്ത് കൃഷ്ണനെ അറിയില്ല, അത്രയും വിസ്തരിച്ച് കിടക്കുന്നതാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഭഗവാൻ പറയുന്നത്, ഇതുവരെ ഞാൻ ആർക്കും ഇത് കണ്ടിട്ടില്ല. അപ്പം ആദ്യം കാണുന്നപ്പോൾ അർജുനനാണ് കാണുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ മുന്നത്തെ ഈ കാലങ്ങളിൽ, മുന്നത്തെ ബ്രഹ്മാവിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കാം. അതാണ് സ്മരണാതീത കാലം മുതലുള്ള ആൾക്കാരാണ് നമ്മൾ. ശരിക്കും നമുക്ക് ഓർക്കാൻ പോലും പറയാൻ പറ്റില്ല, നമുക്ക് വർഷങ്ങളുടെ കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയില്ല 2025 അല്ലെങ്കിൽ 1990 അങ്ങനെയല്ല. സ്മരണാതീത കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മരിക്കാൻ പോലും ഇല്ല, നമുക്ക് ഓർക്കാനും പറ്റില്ല. ഇപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ സമയത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അല്ലേ ചതുർമുഖ ബ്രഹ്മാവിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ബ്രഹ്മാവ് ഉണ്ടായിട്ടുണ്ട്, ആ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു. എല്ലാ യുഗങ്ങളിലും പല യുഗങ്ങളിലും ഭഗവാൻ പല രീതിയിൽ വരുന്നുണ്ട്, ഓരോ ഡിഫറെൻറ്റ് കളറിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ കലിയുഗം വരുന്നതിന് മുന്നേ ഈ കാര്യം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ അത് കൃഷ്ണനായിട്ട് തന്നെ വരുന്നില്ല. കൃഷ്ണൻ വരുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിലൊരിക്കലാണ്. അതായത് 1000 ചതുരത്തിലൊരിക്കലാണ് കൃഷ്ണനായിട്ട് വരുന്നത്. അതുവരെയൊക്കെ പിന്നെ മറ്റൊരു രൂപങ്ങൾ വരുന്നുണ്ട്, മറ്റൊരു ഏതെങ്കിലും രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കൃഷ്ണ ഡയറക്റ്റ് വരുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം. അതെന്ന് വെച്ചാൽ 1000 ചതുരങ്ങൾ ഒരു പ്രാവശ്യമാണ്. അപ്പം നമുക്ക് മഹാഭാഗ്യ ആൾക്കാരാണ്. മഹാഭാഗ്യം എന്ന് വെച്ചാൽ മഹാഭാഗ്യം കൃഷ്ണ അവതരിച്ചതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൃഷ്ണനെക്കുറിച്ച് അറിയുന്നത്. അല്ലാത്ത ആൾക്കാർ കൃഷ്ണനെ പറ്റി പ്രസവിക്കുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ഈ കലികാലത്തിൻ്റെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കലികാലം കഴിഞ്ഞ് അടുത്ത ഇതിൽ വരുന്ന കലിയിൽ വന്നോളുന്നില്ല. ഈ ചതുർയുഗത്തിൽ അടുത്ത സത്യയുഗം വരുന്നത് വീണ്ടും കലിയുഗം വരുന്നു, ആ സമയത്ത് വന്നോളുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണനായിട്ട് വരുന്നത് ഒരു ദിവസത്തിലേക്ക് മാത്രമാണ്. അപ്പോൾ അതാണ് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല ഇതിൻ്റെയാണോ ഇതിൻ്റെ മുന്നത്തെ ബ്രഹ്മാവിൻ്റെ സമയത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം. ആ സമയത്ത് മനസ്സിലായില്ലേ, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് നഷ്ടപ്പെട്ടു, വീണ്ടും പോയി. പക്ഷെ നമ്മളിപ്പോഴും ഇവിടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? എത്ര ബ്രഹ്മാവിൻ്റെ കാലത്തും നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതാണ് പ്രഭാതത്തിൽ പറയുന്നത്. ഇപ്പോൾ ആൾക്കാരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പറയുന്നു കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് ഭഗവാന്റെ ദാമത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടേക്ക് വന്നു? അപ്പോൾ പറയുന്നത് നിങ്ങൾ റിബൽസായി ഭഗവാനെ റിബലായിട്ട് അതുകൊണ്ടാണ് വരുന്നത്. അത് പ്രഭുപാദ് ഒരിക്കലും സ്ഥലത്തൊരു ആൻസർ ചെയ്യുന്നുണ്ട്. അതായത് ഈ അതിൻ്റെ മലയാളത്തിലർത്ഥം തന്നെ സ്മരണാതീത കാലം, ഈ ടൈം ഇമ്മോറിയൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നില്ല. ആ സമയം മുതൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ ബദ്ധാവസ്ഥയിലുള്ള ആൾക്കാരും മുക്തന്മാരുണ്ട്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ പ്രഭുപാദ ഒരു ആൻസർ തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അത് വളരെ കാലങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും ഓർക്കാൻ പോലും പറ്റാത്ത ഈ ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ 100 ബ്രഹ്മാവ് പിന്നെ കഴിഞ്ഞ് വേണം അറിയില്ല. ആ സമയത്ത് മുതലേ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഈ 2 ഗ്രൂപ്പുണ്ട്. അസുരന്മാരും ദേവന്മാരും ആയുമാരുണ്ടല്ലോ. നമുക്ക് കാണാമല്ലോ. അതിഥിയുടെ മക്കളൊക്കെ ദേവന്മാരും ദിതിയുടെ മക്കളൊക്കെ അസുരന്മാരും ആദ്യം തന്നെ വരുന്നില്ല. ഇപ്പോഴല്ല, അത് ആ യുഗത്തിലുണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ മുന്നാമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വരണം? ഭഗവാന്റെ അടുത്ത് നിന്ന്, കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് വരണം. ഏതെങ്കിലും തരത്തിലുള്ള ലീലകൾ, മനസ്സിലായില്ലേ? പ്രഭുപാദ് വന്ന പോലെ മനസ്സിലായി. നമ്മളൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല. നമ്മൾ വളരെ വളരെ
ഇത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. കേൾക്കാൻ വരുന്നുണ്ടോ? കേൾക്കാം. അപ്പോൾ നമ്മളൊന്നും അങ്ങനെയുള്ള രൂപത്തിൽ വന്നിട്ടുള്ളതല്ല എന്നർത്ഥം. നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ട് വന്ന ആൾക്കാരാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇപ്പോഴ് നമ്മൾ കാണുന്ന പല ആൾക്കാരും അവരൊക്കെ സ്പെഷ്യൽ ആൾക്കാർ, അതുപോലെ പ്രഭുപാദുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആചാര്യന്മാരുണ്ട്. ഇപ്പോൾ ശ്രീ സമുദായത്തിലുള്ള ആചാര്യന്മാരുണ്ട്, മറ്റുള്ള സമുദായത്തിലുള്ള ആചാര്യന്മാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പല അതായിട്ട് വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്താണ് എങ്ങനെ വന്നിട്ടുള്ളത്? കർമ്മ ദൈവനേത്രേണ ജന്തു ദേഹോപുദ്ധത എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ കർമ്മം കൊണ്ടും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൃഷ്ടി അനുസരിച്ച് നമുക്ക് ദേഹം കിട്ടി. മറ്റുള്ള ആൾക്കാരും വന്നുള്ളത് അങ്ങനെയല്ല എന്നർത്ഥം. ഇപ്പോൾ വരുന്ന ആൾക്കാരും ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചില സ്പെഷ്യലായിട്ട് ആൾക്കാർ വരാം, നമുക്ക് പറയാൻ പറ്റില്ല, വരാൻ പറ്റില്ല എന്നൊക്കെ വരാം. അപ്പോൾ പ്രഭുപാദനെ കുറിച്ച് ആൾക്കാർ വിചാരിച്ചിരുന്നു അങ്ങനെയും. ആരും മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീടാണ് മനസ്സിലാവുന്ന ആരാണ് പ്രഭുപാദം എന്നുള്ളത്. പിന്നെ മനസ്സിലായി പ്രഭുപാദ് ഈവൻ കൃഷ്ണൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട അസോസിയേറ്റ്സിൽപ്പെട്ടാണ് വന്നത്, അല്ലെങ്കിൽ ചൈന മഹാപ്രഭുവിൻ്റെ. പിന്നീടാണ് മനസ്സിലാവുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന്. അതാണ് കാര്യം. പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഒരാളെ പോലും പറഞ്ഞ് കൃഷ്ണഘോഷയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആ സമയത്ത് പ്രഭുപാദ് എൻ്റെ ലോകത്തിൽ മുഴുവൻ എല്ലായിടത്തും കൃഷ്ണഘോഷ കൊടുത്തു. അപ്പം അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ആരാണെന്നുള്ളത്. ഇപ്പം ഭാഗവതം കിട്ടിയിട്ട് നമുക്ക് എത്ര വർഷം എടുത്തു വരും വായിക്കാനായിട്ട്. ഭാഗവതം കിട്ടിയിട്ട് അത് പ്രഭുപാദ് എത്ര സമയം കൊണ്ട് അത് ട്രാൻസ്ലേഷൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ക്ലാസ്സുകൾ, ഒരുപാട് സെൻറ്ററുകൾ, ഒരുപാട് അമ്പലങ്ങൾ, എന്തൊക്കെ ചെയ്തു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്. അപ്പോൾ അത് സ്പെഷ്യലാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടാലറിയാം, പ്രവൃത്തിയോടെ നമുക്ക് കണ്ടാലറിയാം എന്നൊക്കെ. നമ്മളേതായാലും എന്താണ്, നമ്മളിതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മളിതുവരെ പാസ്സായിട്ടില്ല, എക്സാം പാസ്സായിട്ടില്ല. അപ്പോൾ എക്സാം പാസ്സാകേണ്ട കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. എന്താണ്, കൗമാരത്തിൽ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് വരായിരുന്നു, പക്ഷെ സാധിച്ചില്ല. പക്ഷേ ഈ കിട്ടിയ സമയത്ത് ഇപ്പോഴായാലും ശരി നമുക്ക് ധാരാളം സമയമുണ്ട്. ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് കാര്യം. സതം കീർത്ത എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എല്ലാ സമയത്ത് ഇരുന്നിട്ട് പാടുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്നെപ്പറ്റി കീർത്തിക്കുന്നു പറയണം, എന്നെ ഗ്ലോറിഫൈ ചെയ്യും എന്നുള്ളതാണ്. അത് ചെയ്യണം. നമുക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് പിന്നെ കഴിഞ്ഞ് നെക്സ്റ്റ് സൺഡേ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതായിട്ട്. അപ്പോൾ എന്താ ഉണ്ടാവുന്നു? പുനരവിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുമാത്രം ഇതിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും വിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മൾ ഓരോ സൃഷ്ടിയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണേ നമുക്കറിയാം എന്തുമാത്രം വളരെ ബൃഹത്താണ് എല്ലാ കാര്യങ്ങളും. ഭഗവാന്റെ സൃഷ്ടികളെല്ലാം നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഭൂമിയായാലും ശരി, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭൂമിയായാലും ശരി, അല്ലേ? ഇതിപ്പോൾ സാധാരണ ഒരു സയൻറ്റിസ്റ്റിനും ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അത് വെറുതെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതുമല്ല. ഇതിൻ്റെ വളരെ കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷൻ ആയിട്ടിരിക്കുന്നു. എക്സാക്ട് 24 hours-നുള്ളിൽ ഒരു പ്രാവശ്യം ചെയ്യണം. അത് ഭൂമി അതുപോലെ തന്നെ തിരിയുന്നു, അല്ലേ? ഒരു വർഷമാകുമ്പോൾ കറക്റ്റായിട്ട് കറങ്ങി എത്തണം. അത് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു മെഷീനറിയാണത്. ഇതുപോലെയുള്ള കോടിക്കണക്കിന് മിഷൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് അറിയണം, നമ്മൾ മനസ്സിലാക്കണം എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അതും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഇപ്പോഴിങ്ങനെ വന്നത്. ഭഗവാന്റെ
വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് ഒരു തന്നില്ല ഏതെല്ലാം. അപ്പോൾ ഭഗവാൻ എന്തുമാത്രം നമ്മളോട് മേഴ്സിഫുള്ളാണെന്ന് നോക്കും, എന്തുമാത്രം ദയാലുവാണെന്ന് നോക്കും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്നു ഭഗവാൻ. ഇപ്പം ഈ ജീവാത്മാവെന്നോട്ട് ഞാൻ ഇരിക്കുന്നു, പക്ഷെ എൻ്റെ അടുത്തും ഇതെല്ലാം നോക്കിയിട്ടായിരിക്കുന്നു ഭഗവാൻ ഇരിക്കുന്നു. ഭഗവാൻ സാന്നിധ്യത്തിൻ്റെ അകത്തുണ്ട്, പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഏത് സമയത്ത് ഏത് ഇതിലും ഏത് ബോഡിയായാലും ശരി. നമ്മൾ പട്ടിയുടെ ഇതാണെങ്കിൽ പട്ടിയുടെ അകത്ത് വന്നിരിക്കും ഇല്ലേ. നമുക്ക് ചില മൃഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടുത്തൂടെ പോകാൻ തോന്നില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട് പരമാത്മ രൂപത്തിൽ. അപ്പോൾ ഭഗവാൻ എന്തുമാത്രം മേഴ്സിഫുള്ളാണെന്ന്, എന്തുമാത്രം ദയാലുവാണെന്ന്. എന്ത് തന്നെ ശരിയായാലും ആ ശരീരത്തിലും വന്നിരുന്നിട്ട് പിന്നെയും നമുക്ക് ചാൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അപ്പോൾ ഇത് വേണം ശരിക്കും. തദവി അർത്ഥതം ദുർലഭോ മാനുഷ്യദേഹവും. മനുഷ്യൻ്റെ ദേഹം എപ്പോഴും കിട്ടില്ല, വളരെ വളരെ റെയറാണ്. പക്ഷെ അത് എന്താക്കണം, അർത്ഥം ഉള്ളതാക്കണം. അർത്ഥം ഉള്ളതാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥമുള്ളതാക്കണം. മനുഷ്യൻ്റെ ശരീരം കിട്ടി നമ്മൾ മഹാഭാഗ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് അർത്ഥമുള്ളതാക്കണം എന്ന് പറയുന്നത്. കൗമാരാചരെ ദുർലഭം മനുഷ്യൻ ജന്മ തദവി അധ്രുവം അർത്ഥം. അധ്രുവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും മരിക്കാമെന്നർത്ഥം, ഏത് സമയത്തും പൊട്ടിപ്പോവാം എന്നർത്ഥം. അധ്രുവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഉറപ്പുള്ള കാര്യമല്ല എന്ന് അത് പറയുന്നു. തദവി അധ്രുവം അർത്ഥതം. അർത്ഥതം എന്ന് വെച്ചാൽ അർത്ഥം ഉണ്ടാക്കുമെന്ന്. അതാണ് അതിൻ്റെ അർത്ഥത്തിൽ ആദ്യം പറയുന്നത്. അതായത് ഭാഗവതധർമ്മം ദുർലഭമാണ് മനുഷ്യൻ്റെ ശരീരം, പക്ഷെ നിങ്ങളത് അർത്ഥമുള്ളതൊക്കെ എങ്ങനെ? കൗമാരയാചരെ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിക. ഈ ധർമ്മം, ഭാഗവതധർമ്മം ചെറുപ്പത്തിലേ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ശരീരം ഇരുന്നുകൊണ്ട് തന്നെ അർത്ഥമുള്ളതാക്കൂ എന്നുള്ളതാണ് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ മറ്റുള്ള മൃഗങ്ങളെ പോലെ ജീവിക്കാനല്ല എന്നർത്ഥം. അതാണ് പറയുന്നത്. മൃഗങ്ങൾക്കും നമ്മൾ ജീവിക്കുന്ന പോലെ ജീവിതമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പോലെ തന്നെ ജീവിക്കുന്നു, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നു, നമ്മളെപ്പോലെ തന്നെ കിടന്ന് ഉറങ്ങുന്നു ഇല്ലേ. നമ്മളെപ്പോലെ മക്കളുണ്ടാവും, അവർക്കുണ്ടാവും, എല്ലാം ഉണ്ടാവും. വ്യത്യാസമില്ല. എല്ലാത്തിലും അങ്ങനെ തന്നെ. എല്ലാ മൃഗങ്ങളായാലും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് തന്നെ ചെയ്യുന്നു. പക്ഷേ എന്താണ് ഡിഫറൻസുള്ളത്? ധർമ്മോഹി ഏകോ അധികോ വിശേഷം. ഇതാണ് മനുഷ്യ മൃഗങ്ങളുടെ വ്യത്യാസം. എന്താണ് ധർമ്മം? എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നു. എന്താണ് ധർമ്മം? ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡ്യൂട്ടി എന്നർത്ഥം, നമ്മുടെ ചുമതല എന്നുള്ളതാണ്. അതാണ് ധർമ്മം. അപ്പം തീയിൻ്റെ ധർമ്മം എന്താ? തീയിൻ്റെ അത് ശരിക്കും ചൂടാക്കുക എന്നുള്ളത്. ചൂടാണ് തീയെ ഇല്ലേ. ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. വെള്ളം നമ്മൾ എന്താ പറയുന്നത്? ദ്രാവക രൂപത്തിലാണെങ്കിൽ വെള്ളം എന്ന് പറയുന്നു. അതാണ് ദ്രാവക രൂപത്തിലായിരിക്കും വെള്ളം. അതുപോലെ മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ പറയേണ്ടത്. മനുഷ്യൻ്റെ ധർമ്മം എന്താണ്? മനുഷ്യൻ്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ധർമ്മം ഭഗവാന്റെ സേവകരെ അല്ലേ പേര്. അതാണ് പേര്. അതാണ് നമ്മുടെ പേര് ഇങ്ങനെ തരുന്നത്. അശോക ആത്മദാസ്. അതിനർത്ഥം എന്താ? അശോക ആത്മാന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇതായിരിക്കുന്നു. അശോക ആത്മാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശോകമില്ലാത്ത ആത്മാവെന്നർത്ഥം. ഭഗവാനാണത്. ആണ് ആരും മനസ്സിലാക്കിയില്ല ഇത്. അശോകം എന്ന് വെച്ചാൽ, ശോകം എന്ന് വെച്ചാൽ ദുഃഖം, അശോകം എന്ന് വെച്ചാൽ ദുഃഖമില്ലാത്തതെന്നർത്ഥം. ദുഃഖമില്ലാത്ത ആത്മാവിൻ്റെ ദാസനാണെന്നർത്ഥം. ഞാനല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അതായത് ഭഗവാന്റെ ദാസനാണെന്ന്. ആ ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. അതാണ് പറഞ്ഞത്. നമ്മൾ ഭഗവാന്റെ ദാസനാണ്, ഭഗവാൻ അല്ലാന്ന്. അശോകാത്മ ശരിക്കും അശോകാത്മ ദാസാണെന്നുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് അറിയേണ്ടത് നമ്മൾ ഭഗവാന്റെ ദാസനാണ്. പക്ഷേ എങ്ങനെയോ ഇവിടെ വീണ് പോയി എന്നുള്ളതാണ്. ശാസ്ത്രത്തിൽ പറയുന്നില്ലേ, പതിതമ്മ മിശ്രമേ ഭവാം ബുധോ. ഈ സാഗരത്തിൽ നമ്മൾ വീണ് പോയി എന്നർത്ഥം. ഇത് സാഗരം എന്ന് പറയുന്നത് എന്ത്? വിഷയസാഗരങ്ങൾ. ഈ സംസാര സാഗരത്തിൽ അതുകൊണ്ട് പറയുന്നില്ലേ, സംസാരധാവ നമുക്ക് കാലത്ത് ചെല്ലുന്നില്ലേ, ആ കാട്ടുതീ എന്നർത്ഥം. സംസാരധാവ സംസാരത്തിന് ഈ കാട്ടുതീയിൽ നമ്മൾ എങ്ങനെയോ അത് രക്ഷപ്പെടുത്തണം നോക്കുക. സംസാര സാഗരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടലിൽ അത്തരം കടലിൽ നമ്മൾ വീണുപോയി. എങ്ങനെയോ പതിതമ്മം ഞാൻ വീണുപോയി, പക്ഷേ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നു. രക്ഷിക്കൂ. പക്ഷേ രക്ഷിക്കാനുള്ള ചാൻസ് എന്താണ്? ഇപ്പം രക്ഷപ്പെടാനുള്ള ചാൻസ് എന്താണ്?
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. വേറെ ഒരു രക്ഷയില്ല രക്ഷിക്കാനുള്ളത്. അതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു പറയുന്നു. അതിൽ ഒരു കാര്യമായിട്ട് കൊടുത്ത് തരുന്നുണ്ട് നമുക്ക്. നമ്മൾ കിണറിൽ ഇനി എടുക്കുകയാണ്. സംസാര സാഗരം എന്ന് പറഞ്ഞ പോലെ സംസാരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള കിണറ് നമുക്ക് എടുക്കുകയാണ്. പക്ഷെ നമുക്ക് രക്ഷിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ കയറിട്ട് കൊടുത്താൽ പിടിക്കുന്നില്ല. ആണ് കാര്യം. ആ കയറ് ഇട്ട് കഴിഞ്ഞാൽ അത് പിടിക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം. അതില്ല. അതാണ് നമ്മളിത് ചെയ്യാത്തതെന്ന് അർത്ഥം. എന്ത് ചെയ്യുന്നില്ല? ഭാഗവത ധർമ്മത്തിൻ്റെ കയറാണ് വരുന്നത്. കയറിട്ട് അതിന് രക്ഷപ്പെടാൻ പറയുന്നു. പക്ഷെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് പിടിക്കാൻ മുകളിലേക്ക് കയറാനുള്ള ആ ബുദ്ധിയില്ല നമുക്ക്. അത്തരം ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനോട് ഈ രൂപം കാണിച്ചു, വിശ്വരൂപം കാണിക്കുന്നു. ആ രൂപത്തിന് തന്നെ അതിൽ പറയുന്നുണ്ട് വിരാട് അഭിദുഷ എന്ന് പറയുന്നത്. അഭിദുഷ, വിദുഷികളെന്ന് വെച്ചാൽ എല്ലാം അറിയുന്ന ആൾക്കാർ, അഭിദുഷ എന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാർ, അവർക്കാണത്. മനസ്സിലായില്ലേ? അല്ലാത്ത ആൾക്കാർക്ക് കൃഷ്ണൻ മതി, വേറൊന്നുമില്ല. കൃഷ്ണൻ എന്തായാലും ശരി, നല്ലതാണ്. യഥാ തഥാ വിദതാതുലം ഭടോ മത് പ്രാണനാഥാസ്തു സ ഏവ നാഭര. ഇതിലേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കൃഷ്ണൻ എങ്ങനെയായാലും ശരി, എന്ത് തന്നെയായാലും ശരി, എനിക്ക് വേറെ നാഥന്മാരില്ല എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് വേറെ കൃഷ്ണനല്ലാതെ വേറെ നാഥന്മാരിലാണ്. എന്നിട്ട് ചോദിക്കും, പ്രഭു ഞാൻ അടുത്ത ആഴ്ച ശബരിമലയ്ക്ക് ഒന്ന് പോകുന്നുണ്ട്, പ്രഭു ഒന്ന് നമുക്ക് ബ്ലസ്സിങ് തരണം. കാലത്ത് വായിക്കുന്നുള്ളത്, എന്നും വായിക്കുന്നുള്ളത്. വായിച്ചിട്ട് പറയാൻ കൃഷ്ണനല്ലാതെ വേറെ ഒന്നുമില്ല. മനസ്സിലായി? എന്നിട്ട് പറയണം ഞാൻ ഇന്ന് സൗദിക്ക് പോകുന്നുണ്ട്, പ്രഭുവിൻ്റെ ബ്ലസ്സിങ് വേണം. അങ്ങനെയാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പശ്യ നവീന പശ്യതി. ഇവിടെ പറയണ്ട പശ്യ കാണുകയെന്ന് പറയുന്നില്ലേ? കാണുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അല്ലെങ്കിൽ വിശ്വാസമില്ല. ആണെങ്കിൽ എനിക്ക് വേറെ നാഥനില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് വേറെ നാഥനില്ലാത്ത ആൾക്കാർ മാത്രമേ രക്ഷപ്പെടുള്ളൂ ഇവിടെ. അതാ കാര്യം. ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ ഏതെങ്കിലും നാഥനിടുന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. അപ്പോഴും പറയാം അവർ എന്താ, ഞാൻ വേറെ ഇതുപോലത്തുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നത് മോർണിംഗിൽ ചാൻഡിങ് എല്ലാം നടക്കുന്നത്. ഞാൻ അതിൽ കയറി കേൾക്കാറുണ്ട് ഇടയ്ക്ക്. അവർക്കറിയില്ല ഞാൻ വന്നിട്ട്. ഞാൻ എൻ്റെ പേരിലല്ല കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാണത്. മനസ്സിലായില്ലേ? അതായത് അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലീഡർ പറയുന്നുണ്ട്, അതെ കുഴപ്പമില്ല, എല്ലാ തരത്തിലുള്ള നമസ്കാരങ്ങളും ശരിക്ക് എല്ലാം കൃഷ്ണനിലേക്ക് പോകുന്നതല്ലേ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ എന്നിട്ട് അതിൻ്റെ ശ്ലോകം പറയുന്നുണ്ട് അതിൽ അങ്ങനെ പറയുന്നു. പക്ഷേ അതിൽ പറയുന്നുണ്ട്, അതേ കൃഷ്ണൻ പറയുന്നുണ്ട് ശരിക്കും വളരെ കറക്റ്റായിട്ട്, യോയോയം തനും ഭക്ത ശ്രദ്ധയാർച്ചു നിശ്ചലി തസ്യ അജലാ ശ്രദ്ധ താമേവ വിദതാമ്യഹം. ഈ മറ്റുള്ള ദേവന്മാരെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവ് തരുന്നത് ഞാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതിൽ പറയുന്നു. അതും ഭഗവാൻ തന്നെ തരുന്നത്. പക്ഷേ വളരെ ക്ലിയറായിട്ട് പറയുന്നു, എല്ലാവരും ദേവന്മാരെ ഭജിക്കുന്ന ആൾക്കാർ അവിടേക്ക് പോകുന്നു അല്ലേ? പിതൃക്കളെ ഭജിക്കുന്ന ആൾക്കാർ യാതി ദേവവ്രത ദേവാൻ. കൃഷ്ണൻ പറയുന്നുണ്ട് അതിൽ, നിങ്ങൾ ദേവന്മാരെ ഭജിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവന്മാരുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അത് പറയുന്നുണ്ട്, അത് ടെമ്പററിയാണെന്ന് പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ടെമ്പററിയാണ്. അത് ദേവന്മാരുടെ അടുത്ത് യാതി ദേവവ്രത ദേവാൻ പിതൃന് യാന്തി പിതൃവ്രത. പിതൃക്കളെ ഭജിക്കുന്ന ആൾക്കാർ പിതൃലോകത്തിലേക്ക് പോകുന്നു അല്ലേ? ഭൂതാനി യാന്തി ഭൂതേജ്യ. ഭൂതങ്ങളെ ഭജിക്കുന്ന ആൾക്കാർ അവരുടെ ലോകത്തിലേക്ക് പോകുന്നു. യാന്തി മധ്യാചിനവും അഭിമാം. എന്നെ ഭജിക്കുന്ന ആൾക്കാർ എൻ്റെ ലോകത്തിൽ വരുന്നു. യദ്ഗത്വാന നിവർത്തൻ്റെ തദ്ധാമ പരമമ്മ. പിന്നെ പറയുന്നു, അവിടെ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല, അതാണ് പരമമായിട്ടുള്ള എൻ്റെ ധാമം. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം എന്തായാലും തരത്തില്ല, അത് അവിടേക്ക് ഇനി എത്തണമെന്നുള്ളത്. ഒരാളും പറഞ്ഞു തന്നല്ല, ഞാൻ കേട്ടതാ. അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. ശരി, കേട്ടപ്പോൾ ആൾക്കാർ കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ക്ലിയറായിട്ടും വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കാൻ നടന്നു. അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഇടറും.
ഏതായാലും ഇവിടെ ഭഗവാൻ അങ്ങനെയുള്ള പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. അതിനെപ്പറ്റി പിന്നീട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് അത് കൃഷ്ണൻ ആ സമയത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഹരിഗോവിന്ദപ്രഭുവിന് എന്തോ സംശയം ഒന്നുമുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് ഹരകൃഷ്ണ മാമത്തം ജപിക്കുക, ജപിച്ചുകൊണ്ടിരിക്കുക. ജപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ജപിച്ചാലേ രക്ഷയിലെന്ന് പറയുമ്പോൾ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ രക്ഷയില്ലാന്ന് തുടർന്നിട്ട് സേവനം ചെയ്യാം. അതും ഭഗവാനെ സേവനം ചെയ്യുമ്പോൾ ഭഗവാനെ ഓർക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഭഗവാൻ ഓർക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഭഗവാനെ സേവനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്കാർ സേവനം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാം, ഞാനൊരു നോർമൽ കാര്യം പറയുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ കുക്ക് ചെയ്യുന്നുണ്ട്, ഭഗവാൻ വഴിയാണ് കുക്ക് ചെയ്യുന്നത്. സംസാരിക്കുന്ന മറ്റു പല കാര്യങ്ങളായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഭഗവാനെയാണോ ഓർക്കുന്നത്. അതേ സമയത്ത് മറ്റൊരാൾക്കാരെ പറ്റി മോശമായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ നല്ലതായിട്ട് ചിന്തിക്കാനോ ഒക്കെ അങ്ങനെ ആവരുതെന്നർത്ഥം. നല്ലതായാലും ശരി, ചീത്തയായാലും ശരി. ഒരാളെ പറ്റി നല്ല അഭിപ്രായം പറയുകയാണെങ്കിലും ചീത്ത അഭിപ്രായം പറയുകയാണെങ്കിലും സത്യത്തിൽ ഹയർ സ്റ്റേജിൽ ഒരുപോലെയാണത്. ആ ഭഗവാന്റെ മാല കിട്ടുമ്പോൾ സേവനം ചെയ്യുന്നു. ആ സമയത്ത് വല്ല സിനിമ പാട്ട് ഓർമ്മ വരികയാണെങ്കിൽ ആ കാര്യം നടത്തുന്നു. ഭഗവാനെ കുറിച്ച് തന്നെ പാടണം. മാല കിട്ടുന്ന സമയത്ത് ശരിക്കും ജപിക്കാം. ദൈവത്തിൻ്റെ കാര്യം ആ സമയത്ത് ശരിക്കും ജപിക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ജപിക്കാം. അത് കാണുന്നില്ല. മാലയുടെ ജപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് മാലയുടെ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം 16 റൗണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ 16 റൗണ്ട് ആവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇത് എണ്ണി ജപിക്കുകയാണെങ്കിൽ. കാരണം മനസ്സ് നമ്മളെ എപ്പോഴും ചീറ്റ് ചെയ്യും. നമ്മുടെ മനസ്സ് നമ്മളെ എപ്പോഴും ചീറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, എണ്ണി തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളൊന്നും ചാൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. മനസ്സിലായി? എണ്ണി തുടങ്ങുമ്പോഴാണ് നമുക്കറിയാം നമ്മൾ 16.8 വരെ എത്തുന്നില്ലല്ലോ എന്ന് എണ്ണിയില്ലെങ്കിൽ. അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര വാല്യൂള്ള സാധനം. അത് ചനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വാല്യൂബിൾ. ഇതിനൊക്കെ വാല്യൂബിൾ ഒന്നുമില്ല. നമുക്ക് ഒരാൾ അല്പം പൈസ തന്നു വിചാരിക്കും. ആ പൈസ നിങ്ങൾ എണ്ണി നോക്കില്ലേ? എണ്ണി നോക്കൂ. നിങ്ങൾക്ക് ഒരാൾ പൈസ തന്നു കഴിഞ്ഞാൽ എണ്ണോ? എന്താ എണ്ണാൻ കാരണം? ഉറപ്പ് വരുത്താൻ. പിന്നെ നോട്ടാണെങ്കിൽ എന്താവും കറക്റ്റായിട്ട് എണ്ണി നോക്കിയിട്ട് എത്ര ഉറപ്പ് വരുത്തി. ഉറപ്പ് വെച്ചാൽ അത് ആ എണ്ണ എത്ര നമുക്ക് അറിയണത് കറക്റ്റായിട്ട്, അല്ലേ? ഗോൾഡ് വാങ്ങണമെങ്കിൽ തൂക്കം നോക്കും. എങ്ങനെ തൂക്കം നോക്കും? 4 ആൾക്കാർ ചുറ്റും വീട്ടിൽ പോയ ആൾക്കാരൊക്കെ നോക്കും എത്ര ഗ്രാമുണ്ട്, എത്ര മില്ലിഗ്രാം ഉണ്ടെന്ന് നോക്കും. ഇല്ല, അങ്ങനെ നോക്കുന്നത് അതിൻ്റെ വാല്യൂ അതനുസരിച്ചാണത്. അതിൻ്റെ അപ്പുറത്തെ വാല്യൂ ഉള്ള സാധനമാണ് ഏത് ഈ മഹാമന്ത്രം. അപ്പോൾ അത് എന്തുമാത്രം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അല്ലെങ്കിൽ കൊടുക്കും. പല ആൾക്കാരും അങ്ങനെയാണ്. അതാണ് നമ്മൾ മായന എന്ന് പറയാൻ കാരണം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രം പറയാനാണ്. ചൈതന്യ മഹാപ്രഭു അതാണ് പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭു ചെയ്ത് കാണിച്ചു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യന്മാരും അതിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് വരുന്ന ആ ശിഷ്യനായിട്ടുള്ള പ്രഭുപാദ് നമ്മളോട് അതല്ലേ പറഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മളതല്ലേ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്ന് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഡോക്ടർ നിങ്ങൾക്കൊരു മെഡിസിൻ എഴുതി കഴിഞ്ഞാൽ ആ മെഡിസിൻ വേണം പോയിട്ട് ഫാർമസിയിൽ നിന്ന് വാങ്ങുമെങ്കിൽ. അല്ലാതെ ഇപ്പോൾ മീനെണ്ണ ഗുളിക നല്ല ഷൈനിങ്ങിലാണ്, നമുക്ക് അത് വാങ്ങിച്ച് കഴിച്ചാൽ മതി കഴിച്ചാൽ പറ്റുമോ? അത് വേറെ ആസ്പത്രികളാണ് കാണാൻ. അതുപോലെ അരീക്ഷ വളരെ ഈസിയാണ്. നമുക്ക് അങ്ങനെ ചെയ്യാം. പ്രത്യേകം കഴിഞ്ഞാൽ പറ്റില്ല. പറഞ്ഞാലും നിങ്ങൾ ജപിക്കണം.
മാലയില്ലാത്ത ആൾക്കാർ മാല കൊടുക്കണം. അതെ, അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് മാല കൊടുക്കണം. എല്ലാവർക്കും ഓരോ മാല കൊടുക്കുക, ജപിക്കുക. പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. പോകുന്ന സമയത്ത് തിരിച്ച് വാങ്ങി വയ്ക്കും. നോട്ട് ചെയ്ത് വെക്കണത്. കാരണം കുറെ മാല ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റിൽ അത് ഇല്ലാതായി. അതിൻ്റെ അർത്ഥം അത് നമ്മുടെ ആൾക്കാരെ എടുക്കുന്നതായിരിക്കും. മാല ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർ, അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർ ജപിക്കാൻ വേണ്ടി കൊണ്ടുപോകില്ല. ജപിക്കുന്ന ആൾക്കാരായിരിക്കില്ല. ജപിക്കണം എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വാങ്ങും. മനസ്സിലായില്ലേ? നമ്മുടെ ആൾക്കാരെ ജപിക്കാൻ വേണ്ടി എടുക്കുന്നതായിരിക്കും അത്. ഇവിടെ തന്നെ എടുക്കും. പ്രോ മറന്നൊന്നുമില്ലേ? ഓഫ് ചെയ്ത് ഹരേ കൃഷ്ണ.